കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടണം ഇതൊരു ട്രാവൽ വീഡിയോ ആണെന്ന്. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖമാണ്. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾ ഓഫീസ് കൊളീഗ്സ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയതാണ്. ആൻഡ് ഫസ്റ്റ് ഞങ്ങൾ ട്രെയിനിലായിരുന്നു യാത്ര ചെയ്തത്. പിന്നെ ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് നേരെ ബസ്സിലേക്ക് ജമ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ KSRTCയിലാണ് പോയത്. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ KSRTCയിൽ ഇങ്ങനെ ചുരം കയറുകയാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നിപ്പോയി എന്തുകൊണ്ട് ഞാൻ ഇതുവരെ ഇത് എക്സ്പീരിയൻസ് ചെയ്തില്ല എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് അടിപൊളിയാണ്. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വ്യൂസൊക്കെ കാണാൻ. പിന്നെ അതുമാത്രമല്ല, എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫാമിലി ഇല്ലാതെ പോകുന്ന ഫസ്റ്റ് ട്രിപ്പാണിത്. ഫാമിലി കിഡ്സ് ആരുമില്ല. ഞങ്ങളുടേതായ ലൈഫ് എൻജോയ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. റിസോർട്ടൊക്കെ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈത്തിരിയിലാണ് റിസോർട്ട് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയ പാടെ വേഗം റിസോർട്ടിൽ പോയി ബാഗൊക്കെ വെച്ചിട്ട് ഉച്ച നേരമായിരുന്നു. അപ്പോൾ വേഗം ഫുഡ് കഴിക്കാനാണ് പോയത്. ഇവരൊക്കെയാണ് എൻ്റെ ജമ്പന്മാരും തുമ്പന്മാരും. നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ഇവരുമായിട്ട് ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. സോ ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. നമ്മൾ റിസോർട്ട് ഒരു ഹൈ റേഞ്ചിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിന് താഴോട്ട് പോകണം. നല്ല രസമുണ്ടായിരുന്നു. ഫുൾ തേയിലത്തോട്ടങ്ങളുടെ നടുവിലായിരുന്നു ഞങ്ങളുടെ ഈ റിസോർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടോളൂ. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. ചെമ്പ്രാവില. താഴെ പൂളുണ്ട്, നല്ല കാറ്റുണ്ട്. സുമാനത്ത് കയറി അങ്ങോട്ട് താഴത്തേക്ക് എന്തോ ഒരു വഴിയുണ്ട്. എങ്ങോട്ടേക്കെന്നറിയില്ല. പോയേക്കാം. ഞങ്ങൾ അഡ്വഞ്ചറൊക്കെ ഞങ്ങളിപ്പോൾ ഒരു വഴി കണ്ടിട്ടുണ്ട്, അതിലൂടെ പോവുകയാണ്. നല്ല മുളക്കാടുണ്ടാവും. മറ്റേ പെൺകുട്ടി ഇതിൽ മൊച്ചലയുണ്ടോ? മൊച്ചല ഇവിടൊക്കെ വെള്ളം വെച്ചിക്കണമെങ്കിലും വെള്ളം കാണാത്തവർക്ക് വെള്ളം കാണുമ്പോഴേ സുമാനത്തെ അവിടെ വഴക്കിട്ട ആ റിസോർട്ടിൽ തന്നെ താഴേക്ക് ഇറങ്ങിപ്പോയാൽ കാണുന്ന ഒരു കുഞ്ഞരുവി ഉണ്ടോ, നല്ല അടിപൊളിയാണ് അവിടെ. ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് കുറേ റീൽസ് എടുത്തിട്ടുണ്ട്, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും അല്ലേ? എല്ലാവരും കയറി കാണുക. നമ്മളതിന് എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ വയനാട് ഹിൽ പാലസിലാണ്. വയനാട് ഹിൽ പാലസിലാണ് കേട്ടോ. ഞങ്ങൾ വയനാട് ഹിൽ പാലസിലാന്ന് പറഞ്ഞാണ്ട് ഗസ് ചെയ്യാൻ. അപ്പോൾ കണ്ടെടുത്തോളം വെച്ചിട്ട് അടിപൊളിയാണല്ലേ.
ഇനി നൈറ്റ് DJ ഉണ്ടെന്നാ പറഞ്ഞത്. എന്താ പാട് നോക്കണം. ഇവിടെ കുട്ടി ഷട്ടിൽ കോർട്ടുണ്ട്. കത്തിച്ചു പോയി. ഇവിടെ ഒരു കുട്ടി പാർക്കുണ്ട്. ഞാൻ പോകുമ്പോൾ കാണിച്ചു തന്നില്ലേ. അവിടെയാണ് ഞങ്ങൾ ഇൻഫിനിറ്റി പൂൾ വരുന്നത്. ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങോട്ടാണ് ഒഴുകണത്. ഇപ്പം തൽക്കാലം ബ്ലോക്ക് ചെയ്തിട്ടത്. ഇതാണ് തോന്നുന്നു DJ റൂം ആണ്. നൈറ്റ് പറയാം. കൊക്കൊക്കെ അയ്യോ മറ്റേ ബാലൻസ് ചെയ്യാം. അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക. 4 ഇരിക്ക്. അവസാനം പൊട്ടിയാലെ കമ്പ്ലീറ്റ് പോവാം. കൊള്ളണില്ലല്ലോ. ചെരിഞ്ഞിരിക്ക. എന്തൊക്കെയാ സൗണ്ടൊക്കെ വരുന്നുണ്ട്. പടം തമന്നൊന്ന് കറങ്ങിനാലേ സൈഡായി. ഇപ്രാവശ്യം മക്കളൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങളെല്ലാവരും ഞങ്ങളുടേതായ ലോകത്തായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് കോസ്റ്റ്യൂം ഇട്ടിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിൽ റീൽസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ തേയിലത്തോട്ടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആൻഡ് ഞങ്ങളുടെ കൂടെ ഉള്ളവരൊന്നും ഞങ്ങൾ നോക്കാനേ നിന്നിട്ടില്ല. ഞങ്ങൾ 4 പേരും ഞങ്ങളുടേതായ ലോകത്തായിരുന്നു. മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. ഞങ്ങൾ തേയിലത്തോട്ടത്തിലാണ്. ഞങ്ങൾ തേയിലത്തോട്ടത്തിലാണ്. ദ കോമഡി പാർട്ടീസ് ഞങ്ങളോട് എല്ലാവരോടും ചുരിദാറിട്ട് വരാൻ പറഞ്ഞിട്ട് അവളെടുക്കാൻ മറന്ന്. ഹലോ. ഓരോരുത്തർക്കും ഫാമിലി കോളൊക്കെ വരുന്നുണ്ട്. ഇവിടെയാണ് ഞങ്ങളെ റിസോർട്ട് വരുന്നത്. ഇവിടെയൊക്കെ ഇതൊരു റിസോർട്ടാണ്, അതൊരു റിസോർട്ടാണ്, അവിടെ ഒരു റിസോർട്ടാണ്. ഇത് ഫുള്ള് റിസോർട്ടുകളാണ്. ഇനി നെക്സ്റ്റ് നമ്മളെ പ്ലാൻ എന്താ? അടുത്ത കോസ്റ്റ്യൂമില് DJ. ആ കോസ്റ്റ്യൂമിൽ തന്നെ പോയി പൂളും ചാടും. ഒരു ദിവസം ലീവ് കിട്ടിയുള്ളൂ, അതങ്ങോട്ട് മുതലാക്കി. ഇതോ വെളിച്ചുണ്ട്. നെക്സ്റ്റ് കോസ്റ്റ്യൂം പൂൾ, ഹെഡ് പൂൾ. അപ്പൊ ഈ പൂള് ഇറങ്ങി കേറിയിട്ട് ഇറങ്ങി കേറിയിട്ട് അന്നഭോജനം മുന്നഭോജനം. പൂളിനൊക്കെ കയറി ഇനി ഫുഡ് കഴിക്കാൻ DJ ഉണ്ടല്ലേ, DJ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകും. പോലീസ് സ്റ്റേഷൻ എവിടെ?
സൂമി ധൂമക്ക് ഞങ്ങൾ ഇന്ന് പോലീസ് സ്റ്റേഷന്റെ നേരെ ഞങ്ങളെ കാവലിനെ ഏൽപ്പിച്ചതാണ് സാറ്. അതാ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിൽ എത്ര കേസ് വരുന്നുണ്ട് ഞങ്ങളൊന്ന് കണക്കെടുക്കാം. സോറി കേസ്, കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും കയറി കിടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. കാരണം അത്രയ്ക്ക് ഞങ്ങൾ അധ്വാനിച്ചിരിക്കണം 1 ഡേ ഫുള്ള്. അപ്പോൾ രാവിലെ തന്നെ നീട്ടിട്ട് ഞങ്ങളൊരു വാക്കിന് ഇറങ്ങിയതാണ്. ഭക്തിഗാനങ്ങൾ കേൾക്കാം. നല്ല കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ട്. റൂമിൽ പോയിട്ടില്ല, എല്ലാവരും 4 ഭാഗത്ത് പോയി സൈഡായി. കുറേ നേരം ടി വി ഒക്കെ കണ്ടിരുന്ന്. സുമാനത്താണ് ഏറ്റവും പോക്ക്. പിന്നെ നോക്കിയപ്പോൾ കിടന്നുറങ്ങണ്. പിന്നെ ഈ പോയി. പിന്നെ ഞാനും മിന്നും കൂടി സിനിമ ഇട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മിന്നു നോക്കിയപ്പോൾ മിന്നുണ്ട് കിടന്നുറങ്ങണ്. അപ്പം പിന്നെ ഓഫാക്കി. ഈ പടം ഞങ്ങൾ നടന്ന് അവിടേക്ക് കുറച്ച് കുഴിയുണ്ട്. ഇങ്ങനെ എന്നിട്ട് തീ കൂടി ഇപ്പൊ പോകണുണ്ട്. ഇന്ന് അങ്ങനെ വന്നു നോക്കിയതാണ്. അതെങ്ങോട്ടാണ്? ഇവിടെ തേയിലത്തോട്ടാണ്. പോയേക്കാം. ഇന്ന് ഞങ്ങൾ ഈ റിസോർട്ടിൽ എല്ലാം പോകാനുള്ള പ്ലാനൊന്നും ഇല്ല. കയറൊക്കെ ഉണ്ട്. ഞങ്ങളെ പോലെ പ്രായമായിരിക്കും വലിയ അവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ പൂളിലേക്ക് തന്നെ വന്ന് കുറച്ച് നേരം പൂളിലൊക്കെ കളിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് ഇപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനുള്ള ടൈമായിട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എന്നാലും കുറേ മെമ്മറീസ് ആയിട്ടാണ് ഇവിടുന്ന് ഞങ്ങൾ പോണത്. അവരൊക്കെ അത് അവിടെ എത്തി. ഒരു ടീം പോയി. ഞങ്ങൾക്കിനി ഇപ്പോൾ ടൈം ഏകദേശം 11:30-12 മണിയാവാറായിട്ടുണ്ട്. ഇനി ഞങ്ങൾ 2 മണിക്കാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ബസ്. സോ അതുവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് പോവുകയാണ്. കാലിക്കറ്റിലോട്ട് പോവാണ്. സോ നമ്മളിവിടെ വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ്. എന്തൊക്കെയുണ്ടെന്ന് പോയി നോക്കാം. Try some ancient peoples. Ayo, kuha. ഇവിടെ കുറേ റൈഡ്സ് ഉണ്ട് കേട്ടോ. ഇതൊരു വാട്ടർ തീം പാർക്കായിരുന്നു. ബട്ട് ഞങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ടൈമില്ല. 2 മണിക്ക് ബസ്സാണ്.
അതിന്റെ അങ്ങോട്ട് ഇതിലെത്തണം. ഈ കോണി കയറുന്നതാണ് ഒരു ടാസ്ക്. ഇതൊക്കെ ഇവിടെ ഒരു ലിഫ്റ്റ് വെച്ചേ. എങ്ങനെ ഉണ്ടായത്? അടിപൊളിയായിരുന്നു. ഇനി ഞങ്ങൾ 16D കയറാൻ പോവാണ്. ഞങ്ങളെ ഗജാഞ്ചി ടിക്കറ്റ് എടുക്കണ്ടേ. എന്തൊക്കെയാന്നല്ലോ ഇപ്പോൾ നമ്മളെ കാണിക്കണ്ടത്. പരിഷ്കാരി ഒരു കണ്ണട തലക്ക് വരെ കണ്ണട. തലാകെ കിടിക്കില്ല. ചൂടാറായിരിക്കും. ഇവിടെ പിന്നെ അവിടത്തേലും കാറ്റ് വിടാൻ കിട്ടാം. അപ്പളേ ബസ്സിൽ പറഞ്ഞ് പുറത്ത് പോയിരിക്കാണ്. 1:15 2:15 ഇനി 1 മണിക്കൂറുണ്ട്. 2:15 അതിന് മുന്നേ ഒരു പോകും. സോ ഇറ്റ്സ് ടൈം ടു ലീവ്. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.